ഹലോ ഗൈസ്, അപ്പോൾ ഈ മീൻ മാർക്കറ്റ് കണ്ടാൽ എനിക്ക് ഏത് മീൻ വാങ്ങണമെന്ന് കൺഫ്യൂഷൻ ആവട്ടെ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ മാർക്കറ്റിൽ പോയാലും ഈ മീനെ കാണുന്നു. ഇതിൻ്റെ പേര് സീഡി മുള്ളനാണെന്നാലും എനിക്കിത് കുഞ്ഞുമുള്ള ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സീഡി മുള്ള ഞാൻ മുന്നേ ഇപ്പോൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ തൊട്ട് തന്നെ ഇത് വാങ്ങണം എന്ന് എനിക്ക് ഉണ്ടായിന്. പിന്നെ ഏട്ടൻ പറഞ്ഞു അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, വാങ്ങണ്ടെന്നെല്ലാം പറഞ്ഞതുകൊണ്ട് ഇന്നലെ വാങ്ങിയില്ല. പക്ഷേ ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയാലും ലാത്ര മാർക്കറ്റിൽ ഈ മീൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിട്ട് ഇതൊന്ന് വാങ്ങിയിട്ട് ഇതൊന്ന് പൊരിച്ചിട്ട് കഴിച്ച് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ 1 കിലോ മീൻ വാങ്ങി ഗൈസ്. അങ്ങനെ ഞാനത് അവർ മുറിച്ചൊന്നും തന്നിട്ടില്ല, പക്ഷെ വലിയ മീനാണ് കേട്ടോ. നമ്മളെ ആവോലി ടൈപ്പ് എന്നും പറയാം, മുള്ളൻ്റെ ടൈപ്പ് എന്നും പറയാം. അങ്ങനെ ഒരു രണ്ടും മിക്സ് ആയിട്ടുള്ളൊരു ടൈപ്പാണ് ഇത്. പക്ഷെ ഇത്രയും മുള്ള ഞാൻ വിചാരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാനതെല്ലാം വാങ്ങി കൊണ്ടുവന്ന് അമ്മ എല്ലാം മുറിച്ച് തന്നു. പിന്നെ അതെല്ലാം കട്ട് ചെയ്ത് ഞാനത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് വരഞ്ഞു വെച്ചു കേട്ടോ. എന്നിട്ട് സാധാരണ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ മസാലയെല്ലാം തന്നെയാണ് ചേർത്തിട്ടുണ്ട്. അതിന് കുറച്ച് മുളക് പൊടിയും കുറച്ച് എരിയില്ലാത്ത മുളക് പൊടിയും കുറച്ച് നല്ല കളറുവാണെങ്കിൽ കുറച്ച് എരിവില്ലാത്ത മുളക് പൊടി നല്ലോണം ഇട്ടാൽ മതി. കുറച്ച് എരിവില്ല മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് നാരങ്ങയും പിഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു മസാല ഉണ്ടാക്കിയിന് കേട്ടോ. അപ്പോൾ ഈ മസാല നമ്മൾ മീനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിന്. ഈ മീൻ കൊണ്ടുവന്നപ്പോഴേ അമ്മ പറഞ്ഞു എനിക്ക് ഈ മീൻ ഇഷ്ടമല്ല, ഇത് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്തായാലും കഴിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഞാനങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ മസാലയിൽ നല്ലോണം പുരട്ടി അതിൻ്റെ ഉള്ളിലേക്കെല്ലാം നല്ലോണം ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആക്കുമ്പോൾ എൻ്റെ കൈ തന്നെ മുറിഞ്ഞിട്ടുണ്ടായിന്. അതിൻ്റെ തലേൻ്റെ ഉള്ളിലേക്കെല്ലാം ഞാൻ അങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ഞാൻ ഇത് ഫ്രിഡ്ജിലും വെച്ചിനി. ഇതൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ സാധാരണഗതിയിൽ. അങ്ങനെ 8 മീനാണ് ഇട്ടുണ്ടായിന്. കഷ്ണമൊന്നും കഴിച്ചില്ല, ഫുള്ളായിട്ട് തന്നെ നമ്മൾ പൊരിക്കാൻ പോകുന്നത്. അങ്ങനെ ചട്ടിയും വെച്ച് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടു. അങ്ങനെ ഞാൻ പൊരിക്കാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ. എൻ്റെ അടുത്ത് എരിവില്ലാത്ത മുളക് പൊടി കുറവാണ്ടായിന്. അതാണ് ഈ മീൻ അത്ര കളറില്ലാത്തത് മസാലക്ക്. അങ്ങനെ ഒരു മീൻ അങ്ങനെ പൊരിച്ചെടുത്തു കേട്ടോ. പൊരിച്ചിട്ട് കുഴപ്പമില്ല, കാണാനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഞാൻ ഇങ്ങനെയല്ല ഇതിൻ്റെ ടേസ്റ്റ് പ്രതീക്ഷിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ ചോറുണ്ണാൻ വിചാരിച്ചു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിനി, ഞാൻ പറഞ്ഞിട്ടില്ല ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ഈ മീൻ അത്ര ടേസ്റ്റ് ഇല്ലാന്ന്. അപ്പോൾ നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടോ, എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചാച്ചാ ബൈ ബൈ. അപ്പോൾ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.